രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ പരാതി നൽകിയ യുവതിയെ അപമാനിച്ചുവെന്ന കേസിൽ കെപിസിസി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർക്ക് കൂടി കോടതി മുൻകൂർ ജാമ്യം നൽകിയിരിക്കുകയാണ്. ഇതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ട നിയമ പോരാട്ടങ്ങൾക്കാണ് അവസാനമാകുന്നത്. നേരത്തെ 2 കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. ഇതിന് പിന്നാലെ സന്ദീപ് വാര്യർ കൂടി പോലീസിന് മുന്നിലൂടെ കോടതിയുടെ കനിവും തേടി സ്വതന്ത്രനാവുകയാണ്. സന്ദീപിനൊപ്പം പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളിക്കനും മുൻകൂർ ജാമ്യം നേടിക്കഴിഞ്ഞു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. അതിജീവിതയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തത്. ഈ കേസിൽ റിമാൻഡിലായ 1-ാം പ്രതി രാഹുൽ ഈശ്വറിന് കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു. ഇതോടെയാണ് കേസുകൾ ഒന്നാകെ തള്ളിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പരാതിക്കാരിയായ യുവതിയെക്കുറിച്ച് നേരത്തെ സന്ദീപ് വാര്യർ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തലുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് കേസിൽ ഗുണകരമായി മാറിയതും നമ്മൾ കണ്ടു. രാഹുലിനെതിരെ ആദ്യം രേഖപ്പെടുത്തിയ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി നൽകിയ മൊഴി പൊളിച്ചടുക്കിയത് സന്ദീപ് വാര്യറാണ്. ഇതാണ് ഈ കേസിലേക്ക് സന്ദീപിനെ എത്തിച്ച ഘടകം. പിന്നാലെ ഇരയുടെ ചിത്രം പരസ്യമാക്കിയെന്ന് പറഞ്ഞ് പോലീസ് സന്ദീപിനെ കുടുക്കാൻ നോക്കി. ഇപ്പോൾ കോടതിയുടെ മുന്നിലൂടെ സന്ദീപ് പുറത്തു വരുമ്പോൾ അതിന്റെ ഗുണം രാഹുൽ മാങ്കൂട്ടത്തിന് കൂടി ലഭിക്കുമെന്ന് ഉറപ്പാണ്. രാഹുലിനെതിരെ യുവതി നൽകിയ മൊഴികളിൽ ഒന്ന് താൻ ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നുവെന്നും ഈ അവസരത്തിലാണ് രാഹുലുമായി അടുപ്പത്തിലാകുന്നതും എന്നുമാണ്. എന്നാൽ യുവതി ഭർത്താവുമായി ഏറെ നാൾ തലസ്ഥാനത്ത് താമസിച്ചിരുന്നുവെന്നും അവരുടെ കല്യാണത്തിന് താൻ പങ്കെടുത്തുവെന്നുമാണ് സന്ദീപ് വെളിപ്പെടുത്തിയത്. കേസിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻതൂക്കം നൽകിയ ഘടകമാണ്. ഇതാണ് ഇരയെ അപമാനിച്ചുവെന്ന് കാണിച്ച് സന്ദീപിനെതിരെ തിരിയാൻ പോലീസിനെ പ്രേരിപ്പിച്ചത്. നിലവിൽ അതിജീവിതയെ അപമാനിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ അറസ്റ്റ് തടഞ്ഞ കോടതി പോലീസിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ പീഡനത്തിനിരയായ അതിജീവിതയ്ക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചതിന് പിന്നാലെയാണ് സന്ദീപ് വാര്യർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ പീഡനത്തിനിരയായ അതിജീവിതയ്ക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചതിന് പിന്നാലെയാണ് സന്ദീപ് വാര്യർക്കെതിരെ കേസെടുത്തിരുന്നത്. ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സന്ദീപ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. രാഹുലിനെതിരെയുള്ള യുവതിയുടെ മൊഴി പരിശോധിക്കുന്നതിന് മുൻപ് ആ മൊഴിയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ പച്ചക്കള്ളമാണെന്ന് പറയുകയാണ് സന്ദീപ് വാര്യർ. BJP അനുഭാവിയായ ഒരു വ്യക്തിയെയാണ് ആ യുവതി വിവാഹം കഴിച്ചത്. സ്വാഭാവികമായും പഴയ BJP-കാരനായ സന്ദീപിന് ആ കുടുംബത്തെ വ്യക്തിപരമായി അറിയാൻ സാധിക്കും. യുവതിയുടെ വിവാഹത്തിനടക്കം സാക്ഷിയായ സന്ദീപാണ് യുവതിയുടെ മൊഴിയിലെ കള്ളങ്ങൾ പൊളിച്ചെടുക്കുന്നത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ താൻ പരിചയപ്പെട്ടത് ആദ്യ വിവാഹബന്ധം ഒഴിഞ്ഞ ശേഷം എന്നാണ് പരാതിക്കാരിയായ യുവതി പറയുന്നത്. 2024 ഓഗസ്റ്റ് 22-നാണ് തന്റെ വിവാഹം നടന്നതെന്ന് യുവതിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. 4 ദിവസം മാത്രമാണ് ഒന്നിച്ച് ജീവിച്ചത്. 1 മാസത്തിനുള്ളിൽ ഈ ബന്ധം ഒഴിഞ്ഞുവെന്നും യുവതി പറയുന്നു. ഈ കള്ളമാണ് സന്ദീപ് വാര്യർ പൊളിച്ചെടുക്കുന്നത്. യുവതിയുടെ വിവാഹബന്ധം 4 ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്ന പെൺകുട്ടി ഉന്നയിച്ച വാദം ശരിയല്ല. മാസങ്ങളോളം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു. ഇത് സത്യമാണ്. ഏത് കോടതിക്ക് മുന്നിലും പറയാം എന്നാണ് അന്ന് സന്ദീപ് പറഞ്ഞത്. ഇതോടെയാണ് സന്ദീപ് കേസിൽ പ്രതിയായത്. ഈ കേസിലാണ് ഇപ്പോൾ കോടതിയുടെ കനിവും നേടി കൂളായി സന്ദീപ് വാര്യർ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ ഗുണഫലം രാഹുൽ മാങ്കൂട്ടത്തിന് കൂടി കിട്ടുന്നതോടെ കേസുകൾ കൂട്ടമായി തള്ളുവാനുള്ള സാധ്യതകളിലേക്കാണ് നിയമവിദഗ്ധർ വിരൽ ചൂണ്ടുന്നത്.